ഈ പണ്ടാറ തിരക്ക് എപ്പോഴാണ് കഴിയണാവുക? ഓ, ഇങ്ങനെ ലോകത്തിരക്ക് അക്ഷയ ലോകത്ത് ആദ്യമായിട്ട് കണക്കൊന്നും എന്നായി. എൻ്റെ ഏട്ടാ കഴിഞ്ഞിട്ടൊന്ന് പറയും, കുറെ നേരത്തെ വരിക്കാണ്. ഇനി 10 മിനിറ്റാ. ഒന്നുമില്ല, എനിക്കറിയില്ല. അക്ഷയ വന്നിട്ടുള്ള ഗതികേടാണ് ചങ്ങാതി. എപ്പോ നോക്കിയാലും ഒരു പേപ്പർ ശരിയാക്കാൻ പറയും മറ്റേ ശരിയാക്കാറുണ്ട്, ഇത് ശരിയാക്കാൻ പറയും മറ്റേ ഇല്ലാന്ന്, മറ്റേ രണ്ടു കൂടി ശരിയാക്കാൻ പറയും വേറെ ഒന്നും ഇല്ലാന്ന്. ഇല്ലാന്ന് അതിനല്ലേ നിൽക്കുന്നത്. നിങ്ങള് രാവിലെ വന്നല്ലേ, എപ്പോ തരാന്ന് ഇന്ന് നടക്കുവോ? അറിയില്ലേ ആ തിരക്കില്ലാത്ത ദിവസം ഉണ്ടാവില്ല രക്ഷയില്. എന്നാ തിരക്കില്ലായിരിക്കും ഇങ്ങോട്ട്. ഞാനിതിന് വന്ന തന്നെയാണ്. അത് ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇനി അത് ചെയ്യാതിരുന്നിട്ട് വേറെ കുഴപ്പം വേണ്ട. ഒരവസ്ഥ. ഞാൻ 3 മണിക്കൂറായിട്ട് പോസ്റ്റാണ്. 3 മണിക്കൂറായി. 3 മണിക്കൂറാ? എടാ പിന്നെ ഞാൻ ആൾക്കൊരു വീഡിയോ അയച്ചു കണ്ട. ഏത് ഫീസല്ലേ? ആകെ ഞാൻ എപ്പ കണ്ടിരിക്കുന്നു. എന്റെ പൊന്നു മോനെ കിടുക്കച്ചല്ലേ. ഏത് ഞാൻ ഇംഗ്ലീഷുകാരുടെ വീഡിയോ അല്ലേ? ഇംഗ്ലീഷ് അല്ലാന്ന് ആ മലയാളത്തിലെ ഒരു സംഭവം പറയില്ലേ. ഞാൻ മലയാളത്തിന്റെ ആളാണ്. അതന്നെ അയച്ചത്. ഇംഗ്ലീഷാണ് കണ്ടത്. ഇംഗ്ലീഷ് ഞാൻ എന്നോ അയച്ചിട്ടതാണ്. എനിക്കെന്റെ വാട്സപ്പ് നോക്കാൻ അവിടെ നേരം. ഏതൊക്കെ അയച്ച കണ്ടിരിക്കുന്നു. എന്തേ സംഭവം എന്താ? എന്റെ മോനെ ഇന്നലെ ഞാൻ അയച്ചത് മലയാളം ഇല്ലേ, അത് നമ്മൾ പുഷ്പയിച്ചില്ലേ ഭാസ്കരന്റെ. അതവര് വെറുതെ അല്ല ഇവിടെ അവര് വീടാണ്. പക്ഷെ അത് കണ്ടിട്ട് അടിയിട്ട് കാര്യമില്ല മോനെ. അല്ലോട് ഇന്നലെ പുഷ്പയിച്ച് മോനെ അവർക്ക് പുതിയ കാർ എടുത്തിട്ടുണ്ടല്ലോ, അത് ഓടിച്ചൊരു പോക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തിലായിട്ട് നോക്കി എന്തോ ഒരു പഞ്ചാര വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പഞ്ചാരം പുഷ്പയിച്ച് വർക്കൗട്ട് ആവില്ല. അവര് 10-20 കൊല്ലത്തിലധികമായി അവര് ഭർത്താവ് മരിച്ചിട്ട്. ശരീരത്തിന് ഉടച്ചില്ലെങ്കിൽ എന്തോ ശരീരം ഉടയ്ക്കാൻ ആളില്ലല്ലോ, പിന്നെങ്ങനെ ഉടയാ? പിന്നെ അതിന്റെ മുകളിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല കേട്ടാ. ഞാൻ പറഞ്ഞേക്കണ്ട, അല്ലാതെ കിട്ടില്ല. അത് വളയിൽ നടക്കില്ല. വളക്കാനല്ല. ഞാൻ പുഷ്പേച്ച് നമ്മളൊരു വയസ്സിന് വ്യത്യാസം ഉണ്ടല്ലോ. വയസ്സിന് വ്യത്യാസം പൊന്നാറ് സർപ്പ് അന്നെ എനിക്ക് അറിയണല്ലേ. അനക്ക് 6-60 ഒക്കെ കണക്കാണുള്ളൂ, എനിക്കെല്ലാം അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്താന്നറിയോ, ഈ പുഷ്പേച്ചിന് ഞാൻ വളർച്ച ചെയ്തു. ഈ വളച്ചാ വളയില്ല. ഇവിടുത്തെ ലോക കോഴിയാണ് ലാല. ലാല വിചാരിച്ച് നടന്നിട്ടില്ല. ഓൻ വട്ടം ചുറ്റി തല കുത്തി നിന്ന്. എന്നോട് ഷമീറും പറഞ്ഞല്ലോ. ഇത് കൊള്ളന്നൂർ ഷമീറ. അതൊന്നും നടക്കണ കേസല്ല എന്റെ മോനെ. അവര് ആണുങ്ങളെ അടുപ്പിക്കില്ല. അവര് ആണുങ്ങളെ മോത്തിക്ക് നോക്കില്ല. അവര് പുച്ച, അവര് ജാതി അവജ്ഞയാണ്. ഭർത്താവ് മരിച്ചതിനനുസരിച്ച് ആണുങ്ങളോട് വിരോധം തിരാണതല്ലേ? അതാ ഭർത്താവ് മരിച്ചോണ്ടല്ല, അവരവരുടെ മാനേഴ്സ് കീപ്പ് ചെയ്ത് പോവാണ്. അവര് നാട്ടില് ചീത്തപ്പേരില്ലാതെ കൊണ്ട് നടക്കാണ് അവരവരുടെ രീതി. അത് ശരിയാ. ഞാൻ കാര്യം പറയട്ടെ, എന്റെ ഈ വർത്താൻ എന്റെ മലപ്പുറത്തൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ പുഷ്പേച്ചിനെ വളച്ചിട്ട് കയ്യിൽ തന്ന ചിന്തയും അത് കണ്ടിട്ട പുള്ളിച്ചേ നടക്കില്ല. നോക്കുക ഇനി പറ്റുന്നുണ്ടാ? പറ്റുന്നുണ്ടാ? എത്ര രൂപയ്ക്ക് പറ്റും? ഏട്ടാ എവിടെ ആയാ? ഇവിടെ ഞാൻ ഇവിടെ ചതവ് വരാൻ തുടങ്ങി നിന്നിട്ട് ഇത് പറയും പറ്റില്ല. എന്തേലും എന്താ ചെയ്യാ? ഞാന് പുഷ്പേച്ചിന്റെ അടുത്ത് ചെല്ലും, നിന്ന് സംസാരിക്കും. ഇത്ര അടുത്ത് സംസാരിച്ച് ഞങ്ങൾ തമ്മില് ചെറിയൊരു സ്പർശനെങ്കിലും നടത്തും. ഐഡിയ പോലെ അവരെ സംസാരിക്കാൻ പോലും ഒരു നിന്ന് തരില്ല. സ്പർശനം നോക്കുക. എത്ര രൂപ പറ്റുന്നുണ്ട്? എത്ര രൂപ പറ്റും? ഒരു 2000 രൂപ. 2000 പോരാ, 2000 രൂപയും ഇന്ന് ഫുൾ ചെലവും. അങ്ങനെയാണ് ചെയ്യുക. അവരനെ തൊടണം, കെട്ടിപ്പിടിക്കണം. അത് പറ്റുമോ? അതൊന്നും നടത്തും. ഞാൻ വാണി സ്പർശനം നടത്തിത്തരാം, ചില ടച്ചിങ് നടത്തിത്തരാം. അതിപ്പോ ആർക്കും ഇങ്ങനെ നടന്നു പോണേലിടയ്ക്ക് ഒന്നും ഇങ്ങനെ അതല്ല. ഞാൻ വർത്തമാനം പറഞ്ഞ് അതിനായിട്ട് ഇങ്ങനെ കൺവേ ചെയ്ത് ചാക്കിലാക്കാൻ തന്നെ ചാക്കിലാക്കി കാണിച്ചു. അതായത് വളച്ചു കുപ്പിയിലാണ് കാണിച്ചു തരാം. അങ്ങനെ ചെയ്യോ? ഉറപ്പല്ലേ? അതിന്റെ അടുത്ത് പോയി സംസാരിച്ച് അതിനെ വളച്ച് കുപ്പിയിലാക്കി തൊട്ട് തലോടുന്ന പോലെ കാണിക്കാനൊക്കെ പറ്റുമോ? എന്ത് തരും? ഞാൻ 2000 രൂപ. 2000 രൂപ വരും. ഇന്ന് ബാറ് പോയിട്ട് നല്ല അടിപൊളി സാധനം വാങ്ങി തരും. ഫുള്ള് ചെലവിന്റെ വക ഫുഡ്. ഉറപ്പല്ലേ? എഗ്രി. എന്നാ മോനെ അക്ഷയ കുറിച്ച് ഏട്ടാ പിന്നെ വരാം. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒന്നോ നോക്കിക്കോ. ഓക്കെ, ഞാൻ പുറത്തു കൂടെ വന്നിട്ട് അവിടെ നിന്ന് നോക്കിക്കോ. ഒളി നോക്കിയാൽ മതി. ബാക്കി ഓക്കെ. റെഡി ഓക്കെ. റെഡി ആയ അവിടെ നിന്ന് കാണിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ പോയി. ഞാൻ ഇപ്പുറത്തു കൂടെ പോവാ. ഹലോ, സുമ പറയൂ. ആയിക്കോട്ടെ. വേണ്ട, ആണുങ്ങളൊന്നും പറഞ്ഞേക്കണ്ട. എനിക്കറിയാലോ ആണുങ്ങളൊന്നും വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ലാന്ന്. ആയിക്കോട്ടെ, നീ വന്നോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇല്ല, ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, പുറത്തേക്കൊന്നും പോകണില്ല. വരുമ്പോൾ ഇല്ലില്ല. ശരി എന്നാൽ ഓക്കെ.
എന്ത് 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 എന്റെ പുഷ്പേച്ചി മരിക്കണം പുഷ്പേച്ചി. അതെന്താണ് പെട്ടെന്ന് മരിക്കാണ്? എന്തൊറ്റ്? ചേച്ചി നിങ്ങളൊക്കെ എന്റെ കല്യാണം കൂടാൻ വന്നതല്ലേ? അതെ. 2 മാസമായിക്കൊണ്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഉവ്വ. എന്റെ പെണ്ണിന് എന്നെ സംശയമാണ് ചേച്ചി. അയ്യോ, അതെന്തൊറ്റ്? ചേച്ചി ഒന്നുമില്ല, ഞാൻ ബാലമാഷ്ട മകൻ, ചേച്ചിക്ക് എന്നെ അറിയണല്ലേ? അതെ അതെ. ആ ചേച്ചി ഞാനൊന്ന് പെട്ടെന്നൊരു ഫോണ് നോക്കിട്ടൊന്ന് പുറത്തേക്ക് പോയെന്ന് വിചാരിക്കാം. നമ്മുടെ ബാക്കി കൂടെ ഒന്ന് നോക്കിട്ട് ആരെ വിളിച്ച് നിങ്ങൾ ആരെയൊക്കെ കുറഞ്ഞു എന്താ സംഭവം? ഭയങ്കര സംശയമല്ലേ ചേച്ചി? അതെന്താണ് അങ്ങനെ? അവള് പാവായിരുന്നല്ലോ, പിന്നെന്താണ് ഇങ്ങനെയൊക്കെ സംശയിക്കണത്? പാവം അതെന്തൊറ്റ്? ദുഷ്ടയാണ് ചേച്ചി, അവള് ദുഷ്ടപ്പെട്ടാണ്. ഇപ്പൊക്കെ അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടാ? കഷ്ടമാണ്. പൊന്നു ചേച്ചി, നമ്മളെ തുടക്കം എന്താണെന്നറിയും? ഉദാഹരണത്തിന് ഞാൻ നമ്മളെന്റെ വീട്ടിനടുത്തുള്ള പൗസ്യാത്തുണ്ട്. പൗസ്യാത്ത വീട്ടിൽ വന്നപ്പോ ഞാൻ പൗസ്യാത്തേക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പൊ അവളവിടെ ഇല്ല, അവള് അച്ഛൻ്റെ അവിടെ പോയിരിക്കുന്നു. തിരിച്ചു വന്നപ്പോ ഞാനും പൗസ്യാത്തെ നമ്മൾ സംസാരിക്കണ കണ്ടു. അപ്പൊ എന്നോട് ചോദിക്കാം, നിങ്ങൾ പൗസ്യായിട്ട് എന്താ ബന്ധം? പൗസ്യാത്ത് നിങ്ങൾ ആരാണ്? നിങ്ങൾ അയ്യേ, ഇതെന്ത് പെണ്ണ്? ലോകത്ത് പെണ്ണുങ്ങളൊന്നുമില്ലേ? നാണക്കേടാണ് ഞങ്ങൾക്ക് കേട്ടിട്ട്. ഞങ്ങളൊരു പെണ്ണല്ലേ? പൊന്നു ചേച്ചി, വേറെ കാര്യം കൂടി സംഭവിച്ചെന്നറിയാം. അങ്ങനെ വേറെ ദിവസം വേറെ വീട്ടിൽ ഞങ്ങൾ ഒരു വിരുന്ന് പോയി. അപ്പൊ സ്വാഭാവികമായിട്ട് ആ പെണ്ണിന്റെ അടുത്തേക്ക് വന്നു. ജസ്റ്റ് ഞാനൊന്ന് ചായ കൊടുക്കുമ്പോ ചായ ഗ്ലാസ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തു. അതിന് വീട്ടിൽ വന്ന് ചേച്ചിന്റെ പറയാൻ ബാക്കിയൊന്നുമില്ല. എന്ത് ചേച്ചി, ഒരു വിദ്യാഭ്യാസത്തിലെ പെണ്ണിനെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതെ, കുറച്ച് പഠിപ്പുള്ളവർക്ക് കുറച്ച് സംശയങ്ങളൊക്കെ കൂടുതലാണ്. ഉദാഹരണം ചേച്ചി ഒരു കാര്യം പറഞ്ഞു ചേച്ചി, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നും ഇന്നത്തെ കാലത്ത് അതൊന്നും. ഇപ്പൊ എന്തെല്ലാം ഫ്രണ്ട്ഷിപ്പ് കെട്ടിപ്പിടിച്ചടക്കണ്, ബോയ് ഫ്രണ്ടുകൾ എന്തെല്ലാം ഉണ്ട് ലോകത്ത്. ഇന്നിപ്പോ പണ്ടത്തെ പോലെ ഒന്നുമല്ലല്ലോ ചേച്ചി. ഉറപ്പല്ലേ ചേച്ചി? ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം ചേച്ചി ഒന്ന് ഇങ്ങനെ കൈ വെച്ച് സംസാരിക്കുന്നോട് കണ്ടു വന്നിരിക്കും. പണി പറ്റിച്ചല്ലോ. ചേച്ചിക്ക് എന്റെ വിഷമം മനസ്സിലായോ? ചേച്ചിക്ക് മനസ്സിലായോ? ഞാൻ അങ്ങനെ യാതൊരു വൃത്തിയുടെ പുറത്ത് മരിച്ചില്ല ചേച്ചി. ചേച്ചി എനിക്ക് സംശയം പറ്റില്ല, അതുമാ പറയുന്നത്. ഇതാണ് പിന്നെ വേറെ ഒരു ദിവസം വന്ന സമയത്ത് ഞാൻ നമ്മുടെ അടുത്തുള്ള വീട്ടിൽ തൊട്ടടുത്തില്ലേ ലതേശ്വരം മകളുടെ ബിന്ദു, ഞാനോട് വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ ഒന്ന് സംസാരിക്കായിരുന്നു അവിടെ വന്നപ്പോ. അപ്പൊ അവൾക്ക് ശരി, അത് റെഡിയാണോ ചേച്ചി? സംശയിക്കാൻ പാടുണ്ടോ ചേച്ചിക്ക്? അവള് ഡൈവേഴ്സ് ചെയ്യണം ചേച്ചിക്ക്. ഡൈവേഴ്സ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനൊന്നും പറയല്ലേ. പറ്റുള്ളൂ. അതൊന്നും വേണ്ട. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നമ്മ വിളിക്കൊന്ന് ഇത്രയും നേരം സംസാരിച്ചു, നമ്മൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ചു. ചേച്ചി ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ഉറപ്പല്ലേ? ഇതിനാണ് പെണ്ണ് ഡൈവേഴ്സ് പറഞ്ഞത്. ഞാൻ കേസ് കൊടുത്തോണ്ട് ഉറപ്പാണ്. അതെ, അതെ, ഉറപ്പാണ്. നമ്മുടെ അമ്പാട്ട് ബാബു അല്ലേ? അതെ, അമ്പാട്ട് ബാബു. അമ്പാട്ട് ബാബുവിന് ഞാൻ ചെറിയൊരു ബെറ്റ് വെച്ചിരുന്നു. പുഷ്പേച്ചി ഈ നാട്ടിൽ ആരെയായിട്ടൊരു ബന്ധമില്ലാത്ത ആള്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഗേറ്റിൽ നിന്ന് കടക്കാൻ കഴിയില്ല. ബാബുവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ പുഷ്പേച്ചിനെ കുട്ടി ചെല്ലും, ഞങ്ങൾ അടുത്തുനിന്ന് സംസാരിക്കും, വേണ്ടി വന്നാലൊന്ന് കെട്ടിപ്പിടിക്കുമെന്ന്. ഞങ്ങളങ്ങനെ ബെറ്റ് വെച്ചിട്ട് വന്നാണ് ചേച്ചി. ഒന്നും വിചാരിക്കുന്നത്. മോൻ എത്രയാണ് വെച്ചടിച്ചത്? ചേച്ചി അത് ചെറിയ പൈസ, ഒരു 15,000 രൂപ. പിന്നെ ഫുള്ള് ബാറിൽ പോയിട്ട് ഭക്ഷണമായി തരാന്നൊക്കെ പറഞ്ഞു. അതെന്തായാലും കുറച്ച് കുറഞ്ഞു പോയി. കുറഞ്ഞു നിൽക്കാൻ തോന്നിയില്ല ചേച്ചി. നമുക്ക് കുറച്ചും കൂടെ ഒരു 5,000 കൂടെ ചേച്ചി അങ്ങോട്ട് മേടിക്കായിരുന്നു. അതല്ലേ ചേച്ചി? എന്നായിക്കോട്ടെ ചേച്ചി, നടപെട്ടാൽ നടക്കേണ്ട കാര്യമുള്ളൂ. ചേച്ചി ഇടപെട്ടാൽ മതി. അതല്ലേ ബാബു? ഇപ്പോഴാണ് സക്സസ്. എനിക്കുള്ള വേറെ തരാടാ.